ഞാൻ പറയാൻ വന്നതായിരുന്നു, ആരും ക്യാമറയിൽ ഇല്ലല്ലോ എന്ന്. ആരെങ്കിലും ഒക്കെ ഒന്ന് ഓൺ ചെയ്യൂ, ക്യാമറ ഓൺ ചെയ്യൂ. യെസ്, ജിഷ മാം, സിനിമോൾ, വിദ്യ. ഇനി ആരുമില്ല? യാ, ലിസി മാം. ബാക്കിയുള്ളവരും വിളിച്ചിട്ടേക്ക് വരൂ. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് മാം. അപ്പോ വീണ്ടും നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് വീണ്ടും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയേക്കാണ്. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോണെന്ന് വെച്ചാല് ലിമിറ്റിംഗ് ബിലീഫ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താന്ന്. ആർക്കെങ്കിലും ഒന്ന് പറയാവോ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താന്ന്? കേട്ടായിരുന്നോ കഴിഞ്ഞ ദിവസം ആരെങ്കിലും? അതായത് നമ്മളെ മുൻപോട്ട് പോകാൻ സമ്മതിക്കാതെ, ഇപ്പൊ നിങ്ങൾക്ക് പലതും ചെയ്യണം എന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങളെ അത് ചെയ്യാൻ അനുവദിക്കാതെ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന നിങ്ങളുടെ വിശ്വാസങ്ങളാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങളാണല്ലോ. അപ്പൊ എന്താണോ നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന ബിലീഫ്സ്, നമ്മുടെ സക്സസിനെ തടയുന്ന എന്താണോ വിശ്വാസങ്ങളുള്ളത്, അതാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് എന്തൊക്കെയാണ് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാണ്. റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. ഓക്കെ, പേനയും പേപ്പറും ഉണ്ടോ കയ്യില്? ഉണ്ട്. എല്ലാവരും കയ്യിലുണ്ട്? എല്ലാവരും കയ്യിലുണ്ടോ? ആർക്കെങ്കിലും എടുക്കാൻ സമയം വേണോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളൊരു ഓവർ തിങ്കിങ് ഉള്ള പേഴ്സൺ ആണോ? അതായത് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാല്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അതിനെ കുറിച്ച് ഇങ്ങനെ 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 ചിന്തിച്ച് 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 ഇങ്ങനെ കാട് കയറി പോകുന്ന ഒരു വ്യക്തിയാണോ? ആണെങ്കിൽ യെസ് എന്ന് എഴുതുക. ഓവർ തിങ്കിങ്ങിന് നേരെ യെസ് എന്ന് എഴുതുക. ഓവർ തിങ്കിങ്ങിന് നേരെ യെസ് എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെൽഫ് ടോക്ക്. അതായത് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പറയണം. എന്താ, ഞാൻ സൂപ്പറാന്ന് പറയണോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണോ? അതായത് നെഗറ്റീവ് സെൽഫ് ടോക്ക്. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിത് ചെയ്താലും എത്തുമെന്ന് തോന്നുന്നില്ല. അതായത് നമ്മളെ കുറിച്ച് നമ്മൾ മോശമായിട്ട് ചിന്തിക്കുക. ഞാനൊരു പരാജയമാണ് എന്ന രീതിയിൽ ചിന്തയുണ്ടോ എങ്കിൽ അത് യെസ് ആണെങ്കിൽ യെസ് ഇടുക, നോ ആണെങ്കിൽ നോ ഇടുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾ ഓർ നത്തിങ് എന്ന് പറയും. ഓൾ ഓർ നത്തിങ്, ഓൾ ഓർ നത്തിങ്. അതായത് അതായത് ഈ പറയുന്ന ഓൾ ഓർ നത്തിങ് ചിന്ത ഉണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാല്, നമ്മൾ ഒരു കാര്യം ചെയ്യാണ്, ആ കാര്യം ചെയ്യുമ്പോൾ 95% മുകളിലാണ്. അതായത് 95% നിങ്ങൾക്ക് തോന്നാണ് ഓക്കെ ഞാൻ ഇതിൽ സക്സസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഹാപ്പി ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതല്ലേ നിങ്ങൾ എന്ത് വിചാരിക്കും, ഏയ് ഞാൻ പരാജയമാണ് എന്ന് തോന്നും. അതായത് ഒരു കുട്ടി എക്സാം എഴുതുകയാണ്, അതായത് ഈ ഓൾ ഓർ നത്തിങ് ചിന്തയുള്ള ഒരു കുട്ടി എക്സാം എഴുതുമ്പോൾ അവന് 95% എബവ് കിട്ടിയാൽ മാത്രമാണ് അവൻ എന്ത് വിചാരിക്കുള്ളൂ, ഞാൻ സക്സസ് ആണ്, സക്സസ് എന്നല്ല ഞാൻ സൂപ്പർ ആണ് എന്ന് ചിന്തിക്കുള്ളൂ. ഇനി അതല്ല 90% ഉണ്ട്, 80% ഉണ്ട്, ഈ 95-ന് താഴേക്ക് വന്നു കഴിഞ്ഞാല് ഈ ചിന്ത ഉള്ളവർ എങ്ങനെയായിരിക്കും, ഞാനൊരു പരാജയമാണ് എന്ന രീതിയിലേക്ക് ചിന്ത പോകും. നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ? ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. മിസ് ഇപ്പൊ പറഞ്ഞതൊന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാവോ? എനിക്കത് കറക്റ്റ് കിട്ടിയില്ല. അതായത് ഓൾ ഓർ നത്തിങ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ,
എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇവരുടെ കാര്യം വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും. ഇപ്പൊ ഒരു കളറിന്റെ കാര്യം എടുത്താല് ബ്ലാക്കും വൈറ്റും കളർ മാത്രമാണോ ഉള്ളൂ? ആണോ? എല്ലാ കളറും അല്ല. അതിന്റെ നടുക്ക് ഒരുപാട് കളറുകൾ ഉണ്ട്. പക്ഷെ ഇവരേതേ കാണുള്ളൂ? ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. ബ്ലാക്ക് എന്ന് പറയുന്നത് പരാജയവും വൈറ്റ് എന്ന് പറയുന്നത് സക്സസുമാണ്. ക്ലിയർ? നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് വമ്പൻ ബിസിനസ് ആയാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുകയുള്ളൂ ഞാൻ സക്സസ് ആണ്. അതല്ല, നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ, നമ്മളൊരു മിഡിൽ പോർഷനിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ മനസ്സിൽ എന്തായിരിക്കും? ഞാൻ ഇതിൽ പരാജയപ്പെടും, ഞാൻ മോശമാണ് എന്നുള്ള രീതിയിലേക്ക് ചിന്ത പോവും. ശ്രുതി മാമിന് മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയി. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണോ നിങ്ങൾ? നെക്സ്റ്റ്, അസംഷൻസ്. അതായത് മുൻകൂട്ടി കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണ്. ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണോ, ഞാൻ ഇതിൽ എന്തായാലും സക്സസ് ആകാൻ പോകും. പേരെന്നാ ഇപ്പൊ പറഞ്ഞതിന്റെ പേരെന്നാ? അതായത് നിങ്ങൾ വിചാരിക്കുകയാണോ, ഞാൻ അതായത് തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതിനെ കുറിച്ചൊരു ചിന്തയെ നമുക്ക് വന്നിട്ടുള്ളൂ, കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ല, ചെയ്യണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ മനസ്സിലേക്ക് എന്ത് വരും? ഞാനിത് ചെയ്താലും പഠിക്കാൻ പോണില്ല, ഇനി ഞാൻ ഈ ക്യാഷ് കൊടുത്ത് ഇത് പഠിച്ചാലും എന്ത് സംഭവിക്കില്ല, ഞാൻ സക്സസ് ആകാനായിട്ട് പോകുന്നുമില്ല. അങ്ങനെ എന്താണ്, നെഗറ്റീവായിട്ട് ഓൾറെഡി മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ. നെക്സ്റ്റ്, കാറ്റസ്ട്രോഫൈസിങ്. അത് ഇത്തിരി പാടാണ്. കാറ്റസ്ട്രോഫൈസിങ് അതായത് ഒരു പല്ലുവേദന വന്നാല്, ഫോർ എക്സാമ്പിൾ ഒരു പല്ലുവേദന വന്നു, എനിക്കിപ്പോ ഒരു പല്ലുവേദന ഉണ്ട്, എനിക്ക് കാറ്റസ്ട്രോഫൈസിങ് ചിന്തയുള്ള ഒരാളല്ല. അങ്ങനെയുള്ള ആളാണ് ഞാനെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കൂന്ന് അറിയോ? എനിക്ക് ക്യാൻസർ ആന്ന് വിചാരിച്ചോളെ. മനസ്സിലായോ? ഞാൻ ഡോക്ടറെ കണ്ടിട്ടുമില്ല, മെഡിസിൻ എടുത്തിട്ടുമില്ല, ഡയഗ്നോസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഇത്തരത്തിലുള്ളവർ എന്ത് ചിന്തിക്കും? ഏറ്റവും വേസ്റ്റ് സിനാരിയോ ആയിരിക്കും ചിന്തിക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും മോശപ്പെട്ടത് ഒരു കുഞ്ഞു കാര്യമായിരിക്കും നമുക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കും? ഒരു എവിടെയെങ്കിലും ജോലി സ്ഥലത്ത് വെച്ചിട്ടാന്ന് കരുതിക്കോ, മാനേജർ നമ്മളെ ഒന്ന് വിളിക്കാണ്, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്, നമ്മൾ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും? എന്റെ ഭാഗത്ത് നിന്ന് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്, എന്റെ ജോലി ഇന്ന് പോകും. ഓൾറെഡി പുള്ളി എന്ത് ചെയ്യും? അവിടെ ആ സ്റ്റോറി ഇങ്ങനെ 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 മെനഞ്ഞ് അതിന്റെ ഏറ്റവും മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അവിടെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണോ നിങ്ങൾ? നെക്സ്റ്റ്, മെന്റൽ ഫിൽറ്ററിങ്. അതായത് ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുകയാണ്, ഈ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഇതിലിപ്പോ 21 പേര് എന്നെ കൂടെ കൂട്ടി, അതിൽ 20 പേരിൽ 19 പേരും എൻ്റെ അടുത്ത് പറയാണ്, മാം എടുത്ത ക്ലാസ് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അതിൽ ഒരാള് പറയാണ്, മാം എടുത്തത് അത്ര പോരാർന്നു. മനസ്സിലായോ? എന്ന് കേട്ടിട്ട് ഈ മെന്റൽ ഫിൽറ്ററിങ് ഉള്ള പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഈ 19 പേര് പറഞ്ഞ നല്ല കാര്യങ്ങളെയും മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യും? ആ ഒരാള് പറഞ്ഞ നെഗറ്റീവ് ഇല്ലേ, ആ ഒരാൾ പറഞ്ഞ നെഗറ്റീവ് അതിനെ മാത്രം മനസ്സിലിട്ട് ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ കുറച്ചുകൂടി നന്നാക്കേണ്ടതായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചോണ്ടേ നടക്കും. ലൗഷി തംസ പഠിക്കേണ്ടത് ലൗഷി അങ്ങനെയാണോ? ലൗഷി അല്ല മാം. ഓക്കെ, നോ പ്രോബ്ലം. അതായത് കിട്ടിയോ നിങ്ങൾക്ക്? അതായത് നിങ്ങളുടെ ലൈഫില് ചുറ്റുപാട് നിൽക്കുന്നവരിൽ പലരും നിങ്ങളോട് നല്ലത് പറഞ്ഞു, മോളെ അങ്ങനെയാണ്, നീ സൂപ്പറാണ്, അല്ലെങ്കിൽ നീ അത് ചെയ്തു എന്ന് പറയാണ്. അതിൽ ഏതെങ്കിലും ഒരാള് പറയാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ അതൊന്നും ചെയ്യണ്ട, ഇപ്പൊ അതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും?
ബാക്കി നമുക്ക് ആ പോസിറ്റീവ് പറഞ്ഞു തന്നതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ നെഗറ്റീവിനെ മാത്രം എടുത്ത് പിടിക്കും. ആ ഒരാൾ പറഞ്ഞ നെഗറ്റീവിനെ ആയിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കുക. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ? ആണോ? അല്ല. അല്ല. ദെൻ പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷൻ ഭയങ്കര സൂപ്പറാ. വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും, നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും, റോട്ടിൽ എന്ത് പ്രശ്നം വന്നാലും, ഇന്ത്യയിൽ എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം ഞാൻ കാരണം. അതായത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കടോ ബാധ്യത എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്നറിയോ? ഞാൻ ഈ വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് ഈ വീട്ടിൽ കടം വന്നതും പ്രശ്നം വന്നതും എല്ലാം. ഞാനൊരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. മഴ പെയ്തു. ഓ, ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയത് കൊണ്ടാണ് ഈ മഴ പെയ്തത്. അല്ലെങ്കിൽ മഴക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോഴും കുഴപ്പം ആരുടെയാ? നമ്മളുടെ കുഴപ്പം. അതാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഒരു കാര്യത്തിലേക്ക് ജോയിൻ ചെയ്തു, നമ്മളും ജോയിൻ ചെയ്തു. നമ്മൾ ചെയ്തത് ശരിയായില്ല, ബാക്കിയുള്ളവരുടെ ശരിയായി. അപ്പൊ നമ്മൾ എന്തു പറയും? ഞാൻ കാരണമാണ് ബാക്കിയുള്ളവരുടെയും കൂടെ ശരിയാകാതിരുന്നത്. അതാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാണോ? Then should statements. should, നിങ്ങൾ അത് ചെയ്തിരിക്കണം. പറയാം മേഡം. should സ്റ്റേറ്റ്മെന്റ്. ആണ് ഷുഡ്. അതായത് നീ അത് ചെയ്തിരിക്കണം, ഞാനിത് ചെയ്തേ മതിയാകൂ, ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു, എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി. മനുഷ്യനാണ്, നമ്മൾ എന്ത് ചെയ്യും? സാരല്ല, കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ റിലാക്സ് ചെയ്യും. അതല്ല, അതിനെ തന്നെ ഇങ്ങനെ ആലോചിച്ച് അല്ല ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരുടെ ആരെങ്കിലും ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി, അവര് നമ്മളോടൊരു സോറി പറഞ്ഞു, പറ്റില്ല, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് തീർത്ത് പറയുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. ഇത്രയും എഴുതിയതിൽ നിന്നും എത്ര യെസ് കിട്ടി, എത്ര നോ കിട്ടി? ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ? ബാക്കിയെല്ലാം നോ. ഒരു എസ്, പിന്നെ ഒരെണ്ണം രണ്ടും യെസ്സും ഉണ്ട് നോയും ഉണ്ട് ചില സമയത്ത്, പിന്നെ ബാക്കിയെല്ലാം നോയാണ്. ഒരു യെസ് കിട്ടി. ഒരു യെസ് കിട്ടി. ഓക്കെ, 2 നോ 2 യെസ്. ഓക്കെ, ഇതില് ഇപ്പൊ നിങ്ങൾക്ക് ഏതിനൊക്കെ കിട്ടിയെന്ന് ഞാൻ ചോദിക്കണില്ല കേട്ടോ. ഏതിനൊക്കെയാന്ന് സ്പെസിഫൈ ചെയ്ത് ഞാൻ ചോദിക്കണില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിങ്ങൾക്ക് എവിടെയാണ് യെസ് കിട്ടിയതെന്നുള്ളത്. ഓക്കെ ആണോ? എവിടെയാണ് യെസ് കിട്ടിയതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. അപ്പൊ എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാണോ? ശരിയാ. അതായത് നമ്മളുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും ആദ്യം നമുക്ക് വേണ്ടുന്ന കാര്യം എന്താണെന്നറിയോ? അവെയർ ആവുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ എന്താണ്? ബോധവാന്മാരാവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്കൊരു പനി വന്നു, ആ പനിയാന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണമല്ലോ, അല്ലെ? എങ്കിലാണല്ലോ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മളിലുള്ള പോരായ്മകളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്കതിനെ ട്രീറ്റ് ചെയ്ത് അതല്ലെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കി മാറ്റാനായിട്ട് കഴിയുള്ളൂ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോ വെച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്ന ഏറ്റവും നെഗറ്റീവായ ഒരു കാര്യം ഒന്ന് എഴുതി. നിങ്ങൾ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്ന ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം. കറക്റ്റ് ചിന്തിച്ചിട്ട് എഴുതണം കേട്ടോ, വെറുതെ എഴുതി വെക്കരുത്.
ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം പറയാം. അതായത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്തു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്തു, ആ ആള് കോൾ എടുത്തില്ല. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? അവള് കണ്ടില്ലായിരിക്കും, അല്ലെങ്കിൽ അവൻ കണ്ടില്ലായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. അല്ലാതെയുള്ള നമ്മുടെ ചിന്തകൾ വരുന്ന എങ്ങനെയാ? എന്റെ ഫോൺ കണ്ടിട്ടും എടുത്തില്ല, എന്റെ കോള് കണ്ടിട്ടും എടുത്തില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? ഇല്ല, എന്തെങ്കിലും തിരക്കായിരിക്കും വിചാരിക്കും. ഇല്ല, അങ്ങനെ ഒരു ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതായത് ഒരു തെളിവുമില്ലാതെ, ഒരു കാര്യത്തിനും ഒരു തെളിവുമില്ലാതെ എന്ത് തീരുമാനിക്കും? അതങ്ങനെയാണ്, അത് ഇന്നത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് എന്നങ്ങ് അവര് വിശ്വസിക്കും. അതായിട്ടാണ് നമ്മളിപ്പോ കണക്ട് ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന നിങ്ങളെ കുറിച്ചുള്ള ഏറ്റവും ഒരു നെഗറ്റീവായ ഒരു കാര്യം. നമ്മൾ പറയണോ? അങ്ങനെയാ പറയാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. എനിക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സത്യസന്ധമായിട്ട് എല്ലാവരോടും ഇടപെടുക. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ നുണയൊക്കെ പറഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് അപരാധം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവരെ വിശ്വസിക്കും. അതാണ് എൻ്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയേക്കുന്നത് വെച്ചാൽ. അത് കാരണം എനിക്ക് ഒത്തിരി പറ്റിയിട്ടുണ്ട്. എന്നെ കുറെ പേര് പറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ ഒത്തിരി അങ്ങ് വിശ്വസിച്ച് പോകും. കുറച്ചൊരു അവരോടൊരു അകലം സൂക്ഷിക്കാൻ എനിക്കറിയില്ല. അവരെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമമൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സങ്ങ് അലുത്തിട്ട് ഞാൻ അവരോട് കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് ആവും. അതെൻ്റെ എൻ്റെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് എനിക്ക് തോന്നിയതാണ്. എൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവെയർ ആകുക എന്നുള്ളത്, അല്ലെ? നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ബോധവാനാകുക എന്നുള്ളത്. ലിസി മാമിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണോ? ലിസി മാമിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. ലിസി മാം അതിനെക്കുറിച്ച് അവെയർ ആണ്, അതിനെക്കുറിച്ച് ബോധവതിയാണ്. പിന്നെ ഇനി അത് മാറ്റാൻ എന്താ കുഴപ്പം? ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. അത് മാത്രല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളുടെ തലയിലെടുത്ത് വെക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും, നമുക്കിപ്പോ ഒരു 6 സെന്റാണ് ഉള്ളതെങ്കിൽ എന്താണ്, അതിന്റെ ചുറ്റും മതിൽ കെട്ടുന്നത് നമ്മളുടെ ആ ഒരു അതിര് നിശ്ചയിക്കാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിനും നമുക്കൊരു ബൗണ്ടറി വേണം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാമുള്ളൂ. അല്ലാത്ത കാര്യങ്ങളെല്ലാം ഗെറ്റ് ഔട്ട്, അടിച്ചു വിട്ടേക്കുക. അത്രേ ഉള്ളൂ അതില് കാര്യം. മനസ്സിലായോ? നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞേക്കുക, നോ പറഞ്ഞിരിക്കണം. ബിക്കോസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മെന്റൽ ഹെൽത്തിനാണ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ ലോകത്തെ കേസുകൾ മുഴുവൻ നമ്മളെ ഏറ്റുപിടിച്ച് നമ്മളുടെ മനസമാധാനം കളയുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. മനസ്സിലായോ? ഇനി എത്ര വലിയ ഫ്രണ്ടാന്ന് പറഞ്ഞാലും, എത്ര വലിയ ആരാന്ന് പറഞ്ഞാലും, നമ്മളെയും കൂടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പൊ മാം തന്നെ പറഞ്ഞു, പലവട്ടം എനിക്ക് വഞ്ചന പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഞങ്ങളുടെ അതായത് ഇസ്ലാം മതത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് ഒരു പ്രാവശ്യം പാമ്പ് കടിക്കുകയുള്ളൂ എന്ന്. എന്താന്ന് മനസ്സിലായോ? അതായത് നമുക്ക് ഒരു വട്ടമാണ് നമുക്കൊരു തെറ്റ് പറ്റാമുള്ളൂ. അതാണ്, ഒരു മാളത്തിൽ ചെന്ന് ഒരു വട്ടം കൈയിട്ടു, അപ്പൊ അവിടുന്ന് ഒരു പാമ്പ് കടിച്ചു, പിന്നെ നമ്മൾ ഇന്ന് ചെന്ന് കൈയിടുവോ? ഇല്ല. അത്രേ ഉള്ളൂ കാര്യം. മാമിനോട് എനിക്കിപ്പോ അനുഭവങ്ങൾ ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്, എക്സാമ്പിൾ ആയിട്ട്. മനസ്സിലായോ? അപ്പൊ വേറെ ഒന്നുമില്ല അതിൽ ചെയ്യാനുള്ളത്. നമ്മൾ സത്യസന്ധരാന്ന് കരുതി എല്ലാവരും അതുപോലെ അല്ല, അതൊരു ഫാക്റ്റ് ആണ്. അത് ആദ്യം മനസ്സിൽ വിശ്വസിപ്പിക്കുക. നോ പറയേണ്ടടുത്ത് എല്ലാവരോടുമായിട്ടാ പറയുന്നത്. ഇനി ആ ആള് ചോദിച്ചതാളോ എങ്ങനെ കൊടുക്കാതിരിക്കണത്, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. എന്ന് കരുതി മനുഷ്യപ്പറ്റില്ലാതാവണമെന്നല്ല പറയുന്നത്. മനുഷ്യപ്പറ്റ് വേണം, മനുഷ്യനായിരിക്കണം നമ്മൾ എപ്പോഴും. സഹജീവികളോടും നമുക്ക് എന്താ പറയാ, ഒരു കരുണ വേണം, ദയ വേണം. പക്ഷേ
വേണ്ടാത്ത കാര്യങ്ങളൊന്നും എടുത്ത് നമ്മൾ നമ്മുടെ തലയിൽ വെച്ച് നമുക്കും നമ്മളുടെ കുടുംബത്തിനും സമാധാനക്കേടിലേക്ക് പോകരുത്. അതിന് ബൗണ്ടറി സെറ്റ് ചെയ്യുക. നോ പറയേണ്ടിടത്ത് കൃത്യമായി നോ പറഞ്ഞിരിക്കണം. ഓക്കെ, റെഡിയാണോ? ലിസി മാം തല അനക്കണില്ല, ഒരു അനക്കോ റെഡിയാണ്. റെഡിയാണ്. ഇനി ലൈഫിൽ അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഇനി അടുത്ത ആള് പറയാവോ എന്താണ് നിങ്ങളുടെ? എനിക്കൊരു ഇച്ചിരി ദേഷ്യത്തിന്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. ഓക്കെ, എനിക്ക് തോന്നിയൊരു നെഗറ്റിവിറ്റി അതാണ്. അതായത് നമുക്കൊരു പെട്ടെന്ന് ദേഷ്യം വരിക എന്ന് പറയുമ്പോഴുണ്ടല്ലോ, നമ്മളൊരു മറുപടി പറയുന്നത് രണ്ട് രീതിയിലാണ്. റിയാക്ഷനും ഉണ്ട്, റെസ്പോൺസും ഉണ്ട്. റിയാക്ഷനും റെസ്പോൺസും. റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഒറ്റയടിക്ക് സഡൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മറുപടി പറയും. റെസ്പോൺസ് എന്ന് പറയുമ്പോഴോ ഒരു സെക്കൻഡ് നമ്മളൊന്ന് ആലോചിക്കും, ഞാൻ എന്താണ് പറയേണ്ടത്, ഞാൻ ഇവിടെ പ്രതികരിക്കണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിക്കണം. ഇപ്പൊ ശ്രുതി മാം പറഞ്ഞതുപോലെ ഈ ശ്രുതി മാം ഇപ്പൊ ആക്ച്വലി നിൽക്കുന്നത് റിയാക്ഷനിലാണ്. അവിടെ നിന്ന് എങ്ങോട്ട് ചേഞ്ച് ആകണം, റെസ്പോൺസിലേക്ക് ചേഞ്ച് ആകണം. ഞാനൊക്കെ അത്യാവശ്യം മാം പറഞ്ഞതുപോലെ നല്ല ദേഷ്യം വരുന്നവരായിരുന്നു. അപ്പൊ എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ, മറ്റുള്ളവർക്ക് അത് എങ്ങനെ തോന്നണമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ എല്ലാവരോടും ഇപ്പൊ ലിസി മാം പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ എന്നോട് മോശമായി കാണിച്ചാൽ ഞാൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും എന്നൊരു ചിന്തയിൽ തന്നെ ആയിരുന്നു ഞാനും. പക്ഷെ എനിക്ക് മനസ്സിലായി, അല്ല, നമ്മളുടെ ഇമോഷൻ അവരുടെ കയ്യിലാണോ? ആണോ? അല്ല, അവര് കൊട്ടുന്ന താളത്തിനനുസരിച്ച് തുള്ളാനാണ് ഞാനെങ്കിൽ ഞാൻ അവരുടെ കളിപ്പാവയല്ലേ, അല്ലെ? അവര് കൊട്ടുമ്പോ ഇങ്ങോട്ട് ചാടാനും അങ്ങോട്ട് ചാടാനും ഞാൻ തയ്യാറായാൽ ഞാൻ മറ്റൊരാളുടെ കളിപ്പാവയായി പോവും. അത് വേണ്ട. പറയുന്നവര് പറഞ്ഞോട്ടെ, ചെയ്യുന്നവര് ചെയ്തോട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉറച്ചു നിൽക്കുക. നമ്മൾ ചിന്തിക്കുക, ഞാൻ ഇവിടെ റിയാക്ട് ചെയ്യണോ അതോ റെസ്പോണ്ട് ചെയ്യണോ, അത് ഞാൻ ഇവിടെ എന്തെങ്കിലും പറയണോ, ആരെങ്കിലും വല്ലതും പറഞ്ഞിട്ട് പോയി അങ്ങ് പൊക്കോട്ടെ, അല്ലെ? അങ്ങനെ ചിന്തിക്കാവുന്ന സാഹചര്യങ്ങൾ നമുക്ക് വരാറില്ലേ? അത്യാവശ്യം വേണ്ട അടുത്തും കയറി ഇടപെടുന്ന ഒരാളായിരുന്നു ഞാൻ. മനസ്സിലായോ? ഇനി എന്റെ കേസ് അല്ലെങ്കിൽ പോലും മറ്റൊരാൾ സഫർ ചെയ്യുന്നത് കണ്ടാലും ഞാൻ കയറി ഇടപെടുമായിരുന്നു. അതിന്റെയൊക്കെ ഒരുപാട് തിരിച്ചടികൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടുന്നതിന് മുമ്പോ അതിൽ ഈവൻ എന്റെ കാര്യമാണെങ്കിൽ പോലും ഞാൻ 2 വട്ടം ഒന്ന് ചിന്തിക്കും, ഞാൻ ഇതിവിടെ പറയണം, അത് ഞാൻ മാഡം ഞാൻ ഒരു പറഞ്ഞോട്ടെ, ഞാൻ എനിക്ക് അങ്ങനെ ദേഷ്യപ്പെടുന്നതല്ല. എനിക്ക് കൂടുതലും ദേഷ്യം പിള്ളേരുടെ അടുത്താണ്. അതായത് എന്നുവെച്ചാ നമ്മൾ പറയുന്ന ഒരു കാര്യം അനുസരിക്കാതെ വരുമ്പോ ഒരു ദേഷ്യം വരില്ല പെട്ടെന്ന്, അങ്ങനെ ഒരു ദേഷ്യമാണ്. അല്ലാതെ എനിക്ക് വേറെ ആരോടും ഞാൻ അങ്ങനെ പേഴ്സണലി അങ്ങനെ ആരോടും അങ്ങനെ ഒച്ചെടുക്കാറില്ല, ദേഷ്യപ്പെടാറില്ല. പക്ഷെ മക്കളുടെ അടുത്തെന്ന് പറയുമ്പോൾ പഠിക്കാനിരുത്തുമ്പം അങ്ങനെ ഒരിത് എനിക്ക് അതൊന്നും മാറ്റണമെന്നുണ്ട്. മോളുടെ അടുത്തായാലും അല്ലല്ല, സ്വാഭാവികമായും ഒരു മനുഷ്യന് വന്നു പോകുന്ന ഒരു വികാരമാണ് മക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ദേഷ്യം വരിക എന്നുള്ളത്, അല്ലെ? അതൊന്നും നമുക്കൊരു തെറ്റായിട്ട് കാണാനില്ല. പക്ഷെ മാക്സിമം അവരെ തല്ലാതിരിക്കുക. ആ തല്ലുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഷൗട്ട് ചെയ്യുന്നതിന് പകരം അവരോട് മാക്സിമം മോനെ അങ്ങനെയല്ല, മോളെ അങ്ങനെ, എത്ര പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ ഇത് ചില സമയങ്ങളിൽ പിടിവിട്ട് പോവും. 5 വയസ്സ് തല്ലലില്ല കേട്ടോ, ആ തല്ലാറില്ല ഞാന്. ദേഷ്യപ്പെടും, ഒച്ചയെടുക്കും ഞാൻ, എനിക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് റേസ് ചെയ്യും ഞാൻ. ആ അല്ല, തല്ലുക എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്റെ ഫാദർ പറയുന്ന ഒരു കാര്യമുണ്ട്, പട്ടിയെ തല്ലിയ പല്ലില് കാണാമെന്ന്, അല്ലെ? പട്ടിയെ തല്ലിയ പല്ലില് കാണാം. അപ്പൊ മക്കളെ തല്ലിയ അതുങ്ങൾക്ക് നമ്മളെ തിരിച്ച് തല്ലാനും പറ്റൂല, വെറും പാവങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് അതുങ്ങളൊന്നും ചെയ്യരുതിട്ടോ എന്ന് എന്റെ വാപ്പച്ചി എന്നോട് പറഞ്ഞു തരും. ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു ചിന്തയുണ്ടല്ലോ, എപ്പോഴും പറയും കൊച്ചു മക്കളാണ്, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ലത് പറഞ്ഞു കൊടുക്കണം, അവരോട് ദേഷ്യപ്പെടരുത്. ഇപ്പൊ ശ്രുതി മാം ഇത് പറഞ്ഞപ്പോ ഞാനൊരു ഒരു എക്സ്പെരിമെന്റ് സൈക്കോളജിയില്, ആൽബർട്ട് ബന്ദൂറ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തൊരു എക്സ്പെരിമെന്റ് ആണ്. ഒരു ഡോള്, ഒരു പാവ, അതിലെന്താ ചെയ്തതെന്ന് വെച്ചാല് എയർ നിറയ്ക്കുക ചെയ്യുന്നത്. എയർ നിറച്ചിട്ട് അങ്ങനത്തെ 2 പാവ ഉണ്ടാക്കി. അതിന്റെ പേരാണ് ബോബോ ഡോൾ. ഈ ഡോളിന്റെ പേരാണ് ബോബോ. ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് അതിനെ പറയാം. എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു ഡോളിനെ എടുത്തിട്ട് ഒരു റൂമിൽ വെച്ചു, ഒരു ഡോളിനെ എടുത്തിട്ട് മറ്റു റൂമിൽ വെച്ചു. എന്നിട്ട് കുറച്ച് പാരന്റ്സിനെയും കുട്ടികളെയും
ഈ റൂമിലും ആക്കി, കുറച്ച് പാരന്റ്സിനെയും കുട്ടികളെ ഇപ്പുറത്തെ റൂമിലും ആക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ഒരു റൂമിലുള്ളവരോട് പറഞ്ഞു ഈ ബോബോഡോളിനെ പിടിച്ചിട്ട് നിങ്ങൾ നല്ല ഇടി കൊടുക്കാൻ പറഞ്ഞു. പാരന്റ്സിനോട് പറയാണ് നിങ്ങൾ നല്ല ഇടിച്ചോളാൻ പറഞ്ഞു. കൊച്ചുങ്ങൾ അവിടെ അനക്കാതിരുത്തി. ഇപ്പുറത്തെ റൂമിലുള്ളവരോട് പറഞ്ഞു നിങ്ങൾ ആ ബോബോഡോളിനെ നിങ്ങൾ എന്ത് ചെയ്യാ, പതുക്കെ ഒന്ന് കെയർ ചെയ്യാ, ഒന്ന് പാമ്പർ ചെയ്യാ, ഒന്ന് പുന്നാരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ആര് കണ്ടു? ആരെ കണ്ടേ? കുട്ടികള്. ഈ കുട്ടികൾ ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഈ എല്ലാ മക്കളെയും കൂടി ഒരു റൂമിലേക്ക് കൊണ്ടുവന്നു. ഈ 2 ബോബോഡോളിനെയും ഒരു റൂമിലേക്ക് കൊണ്ടുവന്നു. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അവിടെ പേരൻസ് ചെയ്തത് കുട്ടികൾ അനുകരിച്ചിട്ടുണ്ടാവും. യെസ്, പാരന്റ്സ് ചെയ്തത് കുട്ടികൾ അവിടെ അനുകരിച്ചു. അതായത് ബോബോഡോളിനെ ഇടിച്ച പാരന്റ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്തു? അതിനെ കണ്ടപ്പോ തന്നെ നല്ല ഇടി തുടങ്ങി. ഡോളിനെ, ബോബോഡോളിനെ കെയർ ചെയ്ത പാരന്റ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്തു? അതിനെ അതുപോലെ പുന്നരിക്കാനായിട്ട് തുടങ്ങി. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ അവരുടെ മോഡലാണ്. അതായത് മോഡലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ കാണിച്ചു തന്നത് നമുക്ക്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് മക്കള് ബിഹേവ് ചെയ്യുക, കുട്ടികള് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഷൗട്ട് ചെയ്യുന്നത് കുറയ്ക്കുക. നമ്മളെ തന്നെ നമ്മളോട് തന്നെ പറയാം, കാം ഡൗൺ, ഒന്ന് റിലാക്സ് ചെയ്യ് എന്ന്. ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ലേ, UKG പഠിക്കണതാണ്. രാവിലെ ഫുഡ് കൊടുക്കുമ്പോഴേ ഇങ്ങനെ ഇരിക്കും, എന്ത് ചെയ്താ ചവക്കില്ല. മോനെ ചവക്കട്ടോ. ഇത് എത്ര പ്രാവശ്യം പറയണെന്ന് വെച്ചാലുണ്ടല്ലോ ഒരു കയ്യും കണക്കൂല. ചില സമയങ്ങളിൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഡാ അങ്ങ് ഇറക്കടാന്ന് പറയും. അത് കഴിയുമ്പോ തന്നെ എനിക്ക് മറ്റേ ബോധം വരും. അപ്പൊ തന്നെ മോനെ ഉമ്മിയുടെ വാവയല്ലേ, അത് ഇറക്കി വിടുട്ടോ എന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യും, അവിടെ ടോൺ ചേഞ്ച് ആക്കും. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, മക്കളോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും മാക്സിമം ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. എങ്കിൽ മാത്രമാണ് അത് കാണുന്ന നമ്മളുടെ മക്കളും അതേ രീതിയിൽ പെരുമാറുള്ളൂ, അല്ലേ? പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോ ഉള്ള ഒരു ടെക്നിക്കാണ്. അതായത് 3 വട്ടം എന്ത് ചെയ്യാ, ബ്രീത്ത് ചെയ്യാ, ബ്രീത്ത് ഔട്ട് ചെയ്യാ. മനസ്സിലാവണ്ടോ ഞാൻ പറയണേ? ആർക്കും അതായത് നമുക്ക് നന്നായി ദേഷ്യം വന്നിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനിലാണ് നമ്മൾ നിക്കണേന്ന് കരുതിക്കോ. നമ്മൾ എന്ത് ചെയ്യണം? ബ്രീത്ത് എടുക്കുക. മനസ്സിലായോ? ഒരു 3 വട്ടം മതി. അതായത് 1 2 3 4 കൗണ്ട് ചെയ്ത് 1 2 3 4 കൗണ്ട് ചെയ്ത് ശ്വാസം എടുക്കുക. ഒരു 4 സെക്കൻഡ് അതുപോലെ 4 കൗണ്ട് ചെയ്ത് അതിനവിടെ പിടിച്ചു നിർത്തുക. ദെൻ എന്ത് ചെയ്യുക, 1 2 3 4 കൗണ്ട് ചെയ്ത് എക്സെയിൽ ചെയ്യുക, ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 3 വട്ടം ചെയ്യുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മളുടെ ടെൻഷൻ കുറച്ച് റിലീസ് ചെയ്യും. അതുപോലെ നമ്മളുടെ ദേഷ്യം കുറച്ച് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. സ്ട്രെസ്ഫുൾ കണ്ടീഷൻ, ആ സിറ്റുവേഷൻ നമുക്ക് പതുക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ ബ്രെയിനിന് അപ്പൊ ഒരു മെസ്സേജ് ചെല്ലും, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നൊരു മെസ്സേജ് നമുക്ക് ബ്രെയിനിലേക്ക് ചെല്ലും. ഓക്കെ, ഈ 3 ഏറ്റവും സിമ്പിൾ ടെക്നിക്കാണ്. ഈ ശ്രുതി മാം പറഞ്ഞ പോലെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ബോധപൂർവം, അതല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഒന്നുകൂടി ഹാൻഡിൽ ചെയ്യേണ്ടത്, പല കുട്ടികളും പല തരത്തിലല്ലേ. അപ്പൊ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി അവരെ കുറിച്ച് പഠിച്ച് ശ്രമിച്ചു നോക്കും. എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ വെള്ളം എടുത്ത് കുടിക്കും. തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. ആ വെള്ളം എടുത്ത് കുടിച്ച് അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ ഈ ബാക്കിലില്ലേ, ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഇതെല്ലാം റിലാക്സേഷൻ ടെക്നിക്കുകളാണ്. മനസ്സിലായോ? ഇതിങ്ങനെ ഇതെല്ലാം റിലാക്സേഷൻ ടെക്നിക്കുകളാണ്. പിന്നെ മനസ്സിലാക്കുക കുഞ്ഞു മക്കളാണ് എന്നുള്ളത്. പിന്നെ ഇപ്പൊ അവരെ വലിയ തല്ലിയൊന്നും പഠിപ്പിക്കണ്ട. ഇപ്പൊ എത്ര കുഞ്ഞുങ്ങൾ പഠിക്കണേ? മോള് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവള് തിരിച്ച് റിയാക്ട് ചെയ്ത് തുടങ്ങി. അതുകൊണ്ടാണ് എനിക്കൊരിത്. ഇപ്പൊ അതുകൊണ്ട് ഞാൻ പയ്യെ ഒന്ന് കൺട്രോൾഡ് ആയി തുടങ്ങി. മോൻ LKG, ഇല്ല മോൻ അംഗൻവാടി, 4 വയസ്സാവുന്നു, മോക്ക് 8 വയസ്സ്. അപ്പോ എങ്ങനെയാണ് അവർക്ക് പഠിക്കാൻ ഏത് മെത്തേഡാണ് കൂടുതൽ യൂസ്ഫുൾ ആവുക എന്ന് വെച്ചാല്
അതേ രീതിയിൽ ചിലപ്പോൾ നമ്മൾ കൂടെ ഇരുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും കുറച്ച് നാളത്തേക്ക്. വീണ്ടും നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മുടെ കൂടെ പറയും. അപ്പൊ ആ രീതിയിലൊക്കെ ഒന്ന് നോക്കും. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ. അപ്പോ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്താന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ ഇതെടുത്തോ, നിങ്ങളുടെ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും കോഴ്സിന് ജോയിൻ ചെയ്തവരാണോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ബാക്കി ഉം. ചെയ്തവരാണോ? ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെടുത്തു നോക്കൂ. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്, ഈ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ഫാക്ടറാണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്? അതൊന്ന് എഴുതുക. അതായത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് അല്ലെ? പക്ഷെ എന്തോ ഒരു കാര്യം, എന്തോ ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ അതിന് സമ്മതിക്കുന്നില്ല. അതെന്താണ്? അതൊന്ന് എഴുതുക. ജോയിൻ ചെയ്തവർ വേണ്ടല്ലോ. ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതുക. കൊണ്ടാണ് ജോയിൻ ചെയ്തവരുണ്ട്. ഒരു 100 ഡേയ്സിന് മാത്രം ജോയിൻ ചെയ്തവരുണ്ട്. അതായത് നമ്മളുടെ ഡിവിഷനിലേക്ക് എന്തെങ്കിലും സംരംഭമൊക്കെ ആവാം ക്ലാസ് ആവശ്യമൊക്കെ 100 ഡേയ്സിന് മാത്രമല്ല. എനിക്കൊന്നും മനസ്സിലായി. മാം, അതായത് കുറച്ച് പേര് 100 ഡേയ്സിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നില്ല മാമിന്റെ ക്ലാസ്. അങ്ങനെ ചേഞ്ച് സോൺ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തവരാണ് ഇതിൽ കുറച്ച് പേര്. പിന്നെ അതിൽ കുറച്ച് പേര് മാത്രം വേറെ സെപ്പറേറ്റ് കോഴ്സുകളിലേക്ക്, ഇപ്പൊ ലേനാൻഡേൺ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിന്റെ ക്ലാസ് അങ്ങനെ സെപ്പറേറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും 100 ഡേയ്സിന്റെ പ്രോഗ്രാമിൽ മാത്രം ജോയിൻ ചെയ്തിരിക്കുന്നവരാണ്. അതാണ് മാം പറഞ്ഞത്. മനസ്സിലായി. ഓക്കെ. അപ്പൊ എങ്കിൽ നിങ്ങൾ എഴുതുക, എന്താണ് നിങ്ങളെ ആ തടഞ്ഞു നിർത്തുന്ന ഫാക്ടർ? എഴുതുന്നുണ്ടോ? മാം ജോയിൻ ചെയ്തവര് എഴുതണോ? ഇല്ലല്ല, ജോയിൻ ചെയ്തവർ എഴുതണ്ട. ജോയിൻ ചെയ്തവർ വേണമെങ്കിൽ ഇത് എഴുതിക്കോ. നിങ്ങളുടെ വേറെ എന്തെങ്കിലും മാറ്റി നിർത്തേണ്ടുന്ന ലിമിറ്റിംഗ് ബിലീഫ് അത് എഴുതിക്കോ. ഷെക്കില മാം എല്ലാം ക്യാമറ ഓൺ ചെയ്യാറുണ്ടായതാണല്ലോ, എന്ത് പറ്റീന്ന്? ഞാനേ വേറൊരു സ്ഥലത്താണ്. നമുക്ക് മൗലിതൊക്കെ നടക്കുന്ന കൊണ്ടേ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എഴുതിയോ? എഴുതി. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഒരു റെസ്പോണ്ടോ എഴുതി. അതായത് എന്ത് ഫാക്ടറാണ്, എന്തോ ഒരു കാരണം ഉണ്ട് നമ്മൾ ചേരാത്തതിന് അല്ലെ? അതെന്താണ് എന്നുള്ളതൊന്ന് എഴുതുക. ഇനി ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ അത് തന്നെയാണോ ഞാൻ ജോയിൻ ചെയ്യാത്തതിന്റെ കാരണം? അതായത് നിങ്ങളിപ്പോ ഒരു കാരണം കണ്ടെത്തി ജോയിൻ ചെയ്യാത്തതിന്, അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത, മനസ്സിലായോ? അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തയാണ് ഇപ്പൊ എഴുതിയത്. ഇനി എഴുതേണ്ടത്, യഥാർത്ഥത്തിൽ അത് തന്നെയാണോ കാരണം? മനസ്സിലായോ? ഈ തോട്ടും ഫാക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതിയത് തോട്ടാണ്. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഫാക്റ്റ് എഴുതണം. അതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തൊന്ന് പറയാവോ? എന്തെങ്കിലും ഒരു റീസൺ എന്തുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യാത്തത്? പാസ്റ്റിലെ കാര്യം പറഞ്ഞാൽ മതിയോ? ആരെങ്കിലും പറഞ്ഞു. ഓൾറെഡി ജോയിൻ ചെയ്തതാണ്. ജോയിൻ ചെയ്യാത്ത ഒരാള് ഷെക്കിലമ്മ പറഞ്ഞോളൂ.
ഞാനേ ഈ 100 ഡേയ്സിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് എന്റെ തോട്ട് ആയിരുന്നത്. ശരിക്കും ഫാക്ട് എന്താന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ മാമിനോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ എനിക്ക് ആ കോഴ്സിന് ചേരാൻ പറ്റുമോന്ന് ഞാൻ മാമിനോട് എൻക്വയറി ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാല് ഞാൻ ഈ കോഴ്സ് കഴിയട്ടെ എന്നാണ് വിചാരിച്ചിരിക്കുന്നുണ്ടെന്ന്. യെസ്, ഫാക്ട് കിട്ടിയില്ലേ? ഇനിയിപ്പോ സംസാരിക്കാലോ. സംസാരിക്കാം. വെരി ഗുഡ്. അതുപോലെ ഇനി രണ്ടുപേരും കൂടി ഒന്ന് പറയാവോ? ഇനി ഞാനൊരു റീസൺ പറയട്ടെ. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്കൊക്കെ വരുന്ന ഒരു തോട്ടുണ്ടായിരുന്നു, ഇതെല്ലാം തട്ടിപ്പായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, ഓ ഇവർ ഇത്ര പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ ബിസിനസ്സിന് ഡെവലപ്മെന്റ് വരാനല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. ഇല്ലാന്നൊന്നും പറയരുത്, ആരെങ്കിലും ഒക്കെ ഉണ്ടാകും എന്നെയൊക്കെ പോലെ. ഇപ്പോഴെല്ലാം, ഞാൻ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ഉണ്ട്, ഞാൻ മാമിനോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് സ്പാം അങ്ങാനാണോന്ന്. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നിലവിൽ നമുക്ക് മനസ്സിലായി എന്താണ് ഇത് സ്പാം അല്ല, ഇതിൽ തട്ടിപ്പില്ല, ഒന്നുമില്ല. പലരും അവരവരുടെ അനുഭവങ്ങള് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സംഭവം ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? എന്റെ ഒരു, ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യം കേട്ടോ. ഇതിനു മുൻപ് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഈ പ്രൊമോഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ ലാഭത്തെക്കാൾ ഉപരി ഞാൻ എന്ത് ചിന്തിച്ചിട്ടെന്നറിയോ? പിന്നെ അവരുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാണ്, ഞാൻ എന്തായാലും അതില് ചാടില്ല. അപ്പൊ എന്റെ ചിന്ത എങ്ങനെയുണ്ട്? അതായത് എന്താ, മോൻ മരിച്ചാലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീര് കണ്ടാ മതി എന്ന് പറയൂലേ? അങ്ങനെയൊക്കെ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും വലിയ പ്രൊമോഷൻ ചെയ്യണ്ടെങ്കിലുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ബിസിനസ് വളരണം, ഒപ്പം തന്നെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലാഭം നമ്മൾ എടുക്കുക. മനസ്സിലായോ? ബിസിനസ് വളരണം, അതൊരു വ്യക്തിയുടെ ബിസിനസ് ആണ്, അത് വളരണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ, അതിന്റെ ഒപ്പം നമ്മളും വളരണം. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? മാം, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളൊന്ന് അന്വേഷിക്കണമല്ലോ. അതായത് ഇത് അന്വേഷിച്ചിട്ടല്ലേ ചാടാവുള്ളൂ. കാരണം ഇപ്പൊ മിക്കവാറും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നൊരു, എനിക്ക് മിക്കവാറും വരുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോ എഴുതി കൊടുത്താൽ കാശ് കിട്ടും, അതൊരു ഇന്നത് വരുന്നുണ്ട്, അത് ഫേക്ക് ആണെന്നുള്ള കേസ് നമുക്ക് അതിപ്പോ ഒരുപാടുണ്ട്. ഇപ്പം ഒരുപാട് കേസിന്റെ പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് അന്വേഷിക്കണമല്ലോ. അന്വേഷിച്ചിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തട്ടിപ്പാണോ സ്പാം ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം നമ്മള്. ഫസ്റ്റ് കാര്യം നമ്മളത് ഉറപ്പുള്ളതാണോ, ഇത് സത്യസന്ധമായതാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അന്വേഷിച്ച് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷീമിത്രയുടെ കോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തെങ്ങും പോകണ്ട. 250 റുപ്പീസ് മുടക്കി കഴിഞ്ഞാല് നമ്മൾക്ക് ഏത് ഏരിയയിലാണോ നമ്മുടെ കഴിവുള്ളത്, അതല്ലെങ്കിൽ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലേക്ക് റഷീദ മാം നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഇന്നലെ 2-3 പേരുടെ അനുഭവം നമ്മൾ കേട്ടില്ലേ? ഇതൊക്കെ കേട്ടിട്ടും പിന്നെ എന്തിനാണ് നമ്മൾ ബാക്കോട്ട് നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് നമ്മൾ ജോയിൻ ചെയ്യുക. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനി നമ്മൾ സമയം കളയല്ലേ. എന്തിനാ സമയം കളയുന്നത്? വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമല്ലേ നമുക്കുള്ളൂ. അതിനുള്ളില് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണ്ടേ? വേണ്ടേ? എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടണ്ടേ? എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പാരന്റ്സിന് വേണ്ടി, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യണ്ടേ? വേണ്ടേ? വേണം. വേണം. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുൻപിൽ വരുമ്പോ നമ്മളത് തട്ടിക്കളയാതെ, നമ്മൾ അതിനെ തട്ടിക്കളയരുത്. വരുന്ന അവസരങ്ങൾ എപ്പോഴും നമുക്ക് വന്നോന്നില്ല. ആ വരുന്ന നാളെ നമുക്ക് ഇതിലൂടെ വന്ന ഇപ്പൊ ഒരു സംരംഭകയായ സുനിത റഷീദിനെ ഇവർക്ക് പരിചയപ്പെട്ട് കൊടുക്കാം. നാളെ ടുഗദർനെസ് ട്യൂസ്ഡേയില് സുനിത സംസാരിക്കട്ടെ. ഇപ്പൊ സംസാരിക്കുന്നില്ല, നാളെ സംസാരിക്കുന്നുള്ളൂ അല്ലെ? അല്ല, കുറച്ചധികം സംസാരിക്കാനുണ്ടാവുമല്ലോ. അപ്പൊ നാളെ സംസാരിക്കട്ടെ. സുനിത നാളെ എന്തെങ്കിലും തിരക്കിട്ടെങ്കിൽ മാറ്റി വെച്ചോളൂ കേട്ടോ. ഞാൻ ഒഫീഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യാം. അല്ല, ഇതിപ്പോ സുനിത മാം ഇരിക്കുന്ന കാണുമ്പോ അറിയാം വളരെ പ്രൗഡ് ആയിട്ടാണ് അല്ലെ? ആ ഒരു കോൺഫിഡൻസ് ഇപ്പൊ ഇല്ലേ? യെസ്. എന്തെങ്കിലും പറയാൻ വന്നോ?
ഉണ്ടെന്ന് പറഞ്ഞതാ. ആ യെസ്, നമുക്കറിയാം. ആ ഫേസ് കാണുമ്പോ മാഷാഅല്ലാ നമുക്കതറിയാം. ആ ഒരു കോൺഫിഡൻസും ആ ഒരു, അതായത് നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു ലെവല് നമുക്ക് അഹങ്കാരമല്ല അല്ലെ, അഹങ്കാരമല്ലല്ലോ, നമ്മുടെ ഉള്ളില് നമുക്ക് വരുന്ന ആ ഒരു ആത്മവിശ്വാസം. ഓക്കെ, എന്നെ കൊണ്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോഴുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാ അത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ള ചിന്ത പൂർണ്ണമായി നിങ്ങൾ മാറ്റിക്കോ. ഒരു ഏരിയയിലല്ല എങ്കിൽ മറ്റൊരു ഏരിയയിൽ നമുക്കത് ഡെവലപ്പ് ചെയ്ത് നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഫാക്ട് കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. എന്ത് ഫാക്റ്റാ കണ്ടുപിടിച്ചതെന്ന് പറയൂ. ഷിക്കില മാം അല്ലേ ഇപ്പൊ പറഞ്ഞേ? ബാക്കി ഞാൻ ഒഴികെ റഷീദ മാം ഒഴികെ ഇതില് 24 മെമ്പേഴ്സ് ഉണ്ട്. ലിസി മാം, വിദ്യ മാം, സുനിത മാം, ഷക്കില മാം. ഓക്കെ, ബാക്കി ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കൂ. എടോ വെളിച്ചത്ത് വാ, നിങ്ങള് ക്യാമറ ഓൺ ചെയ്യ്. എനിക്ക് പാസ്റ്റിലെ കാര്യമാണ്, അല്ലാതെ പ്രസന്റിൽ ഇപ്പൊ ഇല്ല. പാസ്റ്റിലെ കാര്യമാണ്. കാര്യം അത് കഴിഞ്ഞില്ലേ? പാസ്റ്റ് ഈസ് പാസ്റ്റ്, വിട്ടേക്കൂ. അത് കഴിഞ്ഞു, അത് വിട്ടു. നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അല്ല മാം, ഒരു കാരണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പം പ്രസന്റിൽ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല, പാസ്റ്റിലേ ഉള്ളൂ. വേണ്ട വിട്ടേക്കൂ. പ്രസന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത്, ഫ്യൂച്ചറിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. ഓക്കെ, ലിജി മാം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. ദേഷ്യം വരുമ്പോ എനിക്ക് ശബ്ദം പൊന്തില്ല. അതാണ് ചോദിക്കും. ദേഷ്യം വരികയാണ്, സങ്കടം വരികയാണ്, നമ്മളെ ശബ്ദം അടങ്ങി, പിന്നെ ശബ്ദം പൊന്തില്ല. ആ സ്ട്രെസ് മുഴുവൻ അതിന് എന്തെങ്കിലും ഒരു അതുകൊണ്ടാണ്. ഒരു കണക്കിന് അത് നല്ലതാണ്. ഞാനത് പറയാൻ വന്നതാ. മാക്സിമം ഒഴിഞ്ഞു നിൽക്കും. സൗണ്ട് ഒന്നും പറ്റില്ല. ഇല്ല, നമ്മൾ ഒരാളോട് മറുപടി പറയുമ്പോൾ അത് പറയാൻ പറ്റില്ല. നമ്മളെ അടുത്തുള്ള മറുപടികൾ ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയേണ്ടത് എന്നുള്ള അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനാണ് പറഞ്ഞൊരു കാര്യം, റിലാക്സേഷൻ ടെക്നിക്കുകളില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താ ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞില്ലേ. ജസ്റ്റ് എന്ത് ചെയ്യാ, 3 പ്രാവശ്യം ഇൻഹെയിൽ ചെയ്യുക, എക്സ്ഹെയിൽ ചെയ്യുക. അപ്പോഴേക്കും ഒരു പരിധി വരെ നമ്മുടെ പ്രശ്നങ്ങള് ബ്രെയിനിലേക്ക് മെസ്സേജ് ചെന്നിട്ടുണ്ടാവും. ഒരു സെക്കൻഡ്. മാമിന്റെ പേരെന്തായിരുന്നു? ബാബു എന്നാണ് എഴുതി കാണിക്കുന്നത്. ഷീജ. അപ്പോഴേക്കും ഷീജ മാമിന്റെ ബ്രെയിനിലേക്ക് ചെന്നിട്ടുണ്ടാവും, ഷീജ കുഴപ്പമൊന്നുമില്ല, നീ റെഡിയാണ്, ഓക്കെ ആണ്, നീ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഈ ഓവർ ആയിട്ട് ഒരു ഇമോഷനും എടുക്കാതിരിക്കുക. ഫസ്റ്റ് കാര്യം, ഓവർ ആയിട്ട് ഒരു ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. നേരത്തെ ആ ബൗണ്ടറി ഒന്ന് സെറ്റ് ചെയ്യുക. ദേഷ്യപ്പെടുന്ന എന്ത് റീസൺ ആയിക്കോട്ടെ, അത് നമ്മളുടെ ഉള്ളിലേക്ക് അത്രയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല. വന്നു കഴിഞ്ഞാ പിന്നെ പുറത്തേക്ക് ശബ്ദം വരില്ല. വേണ്ട, കുഴപ്പമില്ല, ഒന്ന് റിലാക്സ് ചെയ്യാ. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഇനി കുഴപ്പമില്ലല്ലോ, അങ്ങനെ ഒന്ന് ഒരു 2-3 അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും. ആ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ് മുഴുവൻ ഇവിടെ വന്ന് കുടുങ്ങുന്നത് കൊണ്ടാണ്. ചിലർക്കത് നെഞ്ചില്, ചിലർക്ക് ഇത് ഇവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ചിലവർക്ക് ഇതായി പോവും. ചിലർക്ക് വയറിന് അസ്വസ്ഥത വരും, ചിലർക്ക് ഷോൾഡറിൽ പെയിൻ വരും, ചിലർക്ക് മുട്ടിലായിരിക്കും ആ പെയിൻ വരുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ അതുപോലെ ഇപ്പൊ ശ്രുതി പറഞ്ഞില്ലേ പെട്ടെന്ന് ദേഷ്യം വരുന്ന പറഞ്ഞല്ലേ. എനിക്ക് പക്ഷെ പെട്ടെന്ന് ദേഷ്യമൊന്നും വരില്ല.
പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാല് എനിക്കത് നിയന്ത്രിക്കാൻ, ഞാനത് എപ്പോഴും പറയും, ഞാന് പാപാണ്, പക്ഷെ ദേഷ്യം വന്നാൽ ചിലപ്പോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരെക്കാട്ടും ഭയങ്കരിയാന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് പിന്നെ ആ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു തലവേദന, തലയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ തോന്നിപ്പോവും. ചിലപ്പോ അവരോട് ദേഷ്യപ്പെട്ട് അതിനെന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ മേഡം? അതിനുള്ള ാണ് പറഞ്ഞത്. എന്ത് പ്രശ്നം വന്നാലും മാക്സിമം ഒരു പരിധിവരെ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ അത് എടുക്കാതിരിക്കുക. അതിൽ ചെയ്യാവുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്, ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഫസ്റ്റ് കാര്യം അതാണ്, ബൗണ്ടറി സെറ്റ് ചെയ്തു. ദേഷ്യം നമ്മളുടെ ഉള്ളിലല്ലേ വന്നത്, ആ ദേഷ്യം ഞാൻ പിടിച്ചാലാണല്ലോ അത് എന്റെ ദേഷ്യമായിട്ട് മാറുകയുള്ളൂ. ശരിയല്ലേ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇതിന്റെയാ ഞാൻ ദേഷ്യപ്പെട്ട ഒരവസ്ഥയാണോ? ആ, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ മിസ്സേ, എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് ദേഷ്യമല്ല. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതെന്റെ എക്സ്ട്രീം ലെവലാണ്. കാരണം ഞാൻ അത് കുറച്ച് കൺട്രോൾഡ് ആക്കിയതാണ്. എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ മോളുടെ അടുത്ത് പഠിപ്പിക്കാനിരിക്കുമ്പോഴുള്ള ദേഷ്യം. എനിക്ക് അവളുടെ അടുത്തുള്ള ആ ഒരു ഇതൊന്ന് എനിക്ക് കുറയ്ക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ പുറത്ത് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടലില്ല. വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാക്കും അത് ഞാൻ. അല്ല, ശ്രുതി മാമിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ കൊച്ചിനെ പഠിപ്പിക്കാനിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ കൊച്ചിനെ പഠിപ്പിക്കാനിരിക്കുക എന്ന് പറയുന്നത് അതൊരു റീസൺ. അതല്ലാതെ എന്തെങ്കിലും ഇഷ്യൂസ് വേറെ മനസ്സിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയില്ല. ഉറപ്പാണ്. ഉറപ്പാണ്. ഞാൻ അങ്ങനെ ഒരു കാര്യവും മൈൻഡിൽ വെച്ച് വെച്ചാ അതിനിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കൊണ്ടുപോവാറേ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ കാര്യം ഇപ്പൊ വിടുഞ്ഞ്, പിന്നെ അടുത്ത സെക്കൻഡ് ഞാൻ അതങ്ങ് വിടും. എനിക്ക് ഒരു മനുഷ്യനോട് അങ്ങനെ ഒരുപാട് അങ്ങനെ വൈരാഗ്യമോ ദേഷ്യമോ അങ്ങനെയൊന്നും ഞാൻ പേഴ്സണലി വെച്ചോണ്ടിരിക്കാറേ ഇല്ല. പറയേണ്ട കാര്യം അപ്പ അയാളോട് പറഞ്ഞു നിർത്തും ഞാൻ. എനിക്ക് മോളോട് വരുന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ പഠിക്കാനിരുത്തുമ്പോ ഉള്ള ഒരു ഇതേ ഉള്ളൂ. അവളോട് ഒത്തിരി എന്താ പറയുന്നത്, അതിനുള്ള എക്സാമ്പിള് നേരത്തെ സ്വപ്ന മാം പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ? അത് നേരത്തെ ആലിസി മാം പറയൂ. ഞാൻ പറയാത്തൊരു കാര്യമില്ലേ, എനിക്കൊരു ദേഷ്യം വരുന്നൊരു കാര്യം അതാണ്. ഞാൻ പറയാത്തൊരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന് സ്ഥാപിക്കൂലേ ചിലപ്പോ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പറയും ഞാനത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം പറഞ്ഞ അവരത് എന്തെങ്കിലും ഒരു നമ്മളെ പ്രകോപിപ്പിച്ചാല് പിന്നെ എനിക്ക് ആ ദേഷ്യം ചിലപ്പോ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. പോയി പണി നോക്കാൻ പറയൂ. നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പല്ലേ? മാം അതുണ്ട്, ആ ലിസി മാം പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഇപ്പൊ കുറച്ച് നാളായിട്ട് പെട്ടെന്ന് വിഷമം വരും. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ആലോചിക്കുമ്പോഴേക്കും ഞാൻ എന്തിനാ എത്രയും ദേഷ്യപ്പെട്ടെ അല്ലെങ്കിൽ എത്ര വിഷമിച്ചെന്ന് തോന്നും. പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇക്കാടെ അടുത്തായാലും മക്കളുടെ അടുത്തായാലും ആരെടുത്തായാലും. സുനിതന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സുനിത ഇതുവരെ ഉള്ളത് പോലെയല്ല. ഇപ്പം കുറച്ച് കാര്യങ്ങൾ സ്ട്രെസ് സ്വന്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ നമ്മളുടെ ആ വിങ്ങല് നമ്മൾ ചില സമയത്ത് മറ്റുള്ളവരോട് ഔട്ടായി പോകും. സുനിതന്റെ ഇപ്പോഴത്തെ റീസൺ അതാണ്. സുനിത എല്ലാം ഒന്ന് റെഡിയായി ഹാൻഡിൽ ചെയ്യാനൊക്കെ പാകാകുമ്പോ അത് റെഡി. അതിനെ പറ്റിയിട്ട് വറീഡേ ആവണ്ട. സുനിതക്ക് ഇപ്പൊ ഒരു സംവിധാനം ഉണ്ട്, അത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങ് റെഡിയാവും. അതുകൊണ്ടാണ് സുനിതക്ക് ഇപ്പൊ വന്ന മാറ്റം കേട്ടോ. ഞാൻ അത് ഇടയിൽ കയറി പറഞ്ഞത്. സുനിതക്ക് ഇപ്പൊ വന്ന മാറ്റം എനിക്കറിയാലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അത് ഓവറായിട്ട് ആലോചിക്കണ്ട. പിന്നെ അത് മാത്രല്ല കേട്ടോ, ഇത് നമ്മളുടെ കൂടെ ഉള്ളവരില്ലേ, ഈവൻ നമ്മളുടെ മക്കളാവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, പാരന്റ്സ് ആവട്ടെ, നമ്മളുടെ ഇമോഷൻസ് നമ്മൾ അവരോട് തുറന്ന് പറയാ കേട്ടോ. നമ്മൾ അവരോട് തുറന്ന് പറയാ. എനിക്ക് സ്ട്രെസ് കൂടി നിൽക്കുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, മക്കളെ, ഉമ്മി അത്യാവശ്യം നല്ല ടെൻഷനിലാണ് ഉമ്മി നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് റിലാക്സ് ആയി നിൽക്കുക എന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ നിങ്ങളുടെ മക്കളോട്? ഞാൻ പറയാറുണ്ട് മാഡം. ഇപ്പൊ അവര് തിരിച്ചു പറയും. ഇപ്പൊ ഹസ്ബൻഡ് തിരിച്ചു പറയും, ഉമ്മച്ചിയുടെ അടുത്തേക്ക് 2 ദിവസത്തിന് ചെല്ലണ്ട, ആള് ടെററാണ്, അങ്ങോട്ട് പോകണ്ട എന്ന് അവരോട് പറയും. അത് പറയണം. നമ്മളെ മക്കളെ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കണം. ഞാൻ എന്തെങ്കിലും ടെൻഷനിലും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ 2ാമത്തെ മോനൊക്കെ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും, 5 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ളു, പക്ഷെ എങ്കിലും അവരതിന് മനസ്സിലാക്കാൻ തുടങ്ങി. അവര് വന്ന് ചോദിക്കും, ഉമ്മ ടെൻഷനിലാണോ, ഉമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ടോ,
അങ്ങനെ ചോദിക്കും, ഉമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ടോ, ഇങ്ങനെ ചോദിക്കുന്നത്. ഉമ്മി ടെൻഷനിലാണോ? ഞാൻ ഇല്ലടാ കുഴപ്പമൊന്നുമില്ല. അല്ല ഉമ്മിയുടെ ഫേസ് കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ നമ്മൾ നമ്മുടെ മക്കളോട് നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മളുടെ ഇമോഷൻസ് മാറി വരുമ്പോ അവർക്കത് മനസ്സിലാവും. പലവട്ടം പറയുമ്പോ നമ്മളുടെ മക്കളല്ലേ, അപ്പൊ അവരും കുറെയൊക്കെ നമ്മളോട് സഹകരിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഇതെല്ലാം വർക്കൗട്ട് ആകുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ ഇവിടെ പറയുന്നതും എന്റെ മക്കൾ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നതും അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ മാക്സിമം ദേഷ്യം വരുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കാതിരിക്കുക. എനിക്കൊരു ഗിഫ്റ്റ്. പിന്നെ വേറൊരു കാര്യം കൂടി അതിനിടയിൽ പറയാം. ആർക്കെങ്കിലും നല്ല രീതിയിൽ ഒരു മാറ്റം ആവശ്യമാണ്, സപ്ന മാമിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കെയർ ആവശ്യമാണ്, ഒരു സിറ്റിംഗ് ഒക്കെ ഒരു സംസാരമൊക്കെ വേണം എന്നുള്ള തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ സപ്ന മാമുമായിട്ട് അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരും. അങ്ങനെ ആർക്കെങ്കിലും വലുതായിട്ട് ഒട്ടും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സംവിധാനം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പുറമെ പോയിട്ടോ വലിയ പേയ്മെന്റ് കൊടുത്തിട്ടോ അങ്ങനെയൊന്നും അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടില്ലേ കുറച്ച് കഴിയുമ്പോൾ അത് വലിയൊരു ഇഷ്യൂസ് ആയിട്ട് മാറും. അങ്ങനെ മാറിയിട്ട് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ഞാൻ പോലും സപ്ന മാമിന്റെ അടുത്ത് വേറെ ഒന്നല്ല, എന്റെ സിസ്റ്ററിന്റെ കാര്യത്തിന് ഞാൻ സപ്ന മാമിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ എന്താ പറയാ ഈ പല രീതിയിലുള്ള പെട്ടെന്നുള്ള ദേഷ്യവും അങ്ങനെയുള്ള പല കാര്യങ്ങളും മാനസികമായിട്ട് അല്ലെങ്കിൽ മനസ്സിന്റെ കുറെ ഇഷ്യൂസുകളുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് അതിനുള്ള റിലീഫ് എന്താന്നുള്ളത് നോക്കാം. നമ്മുടെ ക്ലാസ്സിനിടയിൽ അതിനെക്കുറിച്ച് കുറെ ഓരോ വ്യക്തിക്കും പേഴ്സണലായിട്ട് എത്രത്തോളം അത് റെഡിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അത് അങ്ങനെ വേണ്ടവര് പിന്നീട് നോക്കിയിട്ട് അത് ചെയ്താൽ മതി. നിങ്ങൾ കുറച്ച് നാൾ ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ശ്രമിച്ചാൽ തന്നെ മാറാൻ പറ്റും. നിങ്ങൾക്ക് അത്രയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഈ പിന്നെ എന്താണ് മൈൽ സ്റ്റോൺ മൺഡേ ആണ്. ഈ മൈൽ സ്റ്റോൺ മൺഡേയിൽ നമ്മളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺ കണ്ടെത്തി അതിലേക്കുള്ള യാത്രയാണ്. ഫ്രീഡം ഫ്രൈഡേയിൽ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആവാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. മൺഡേയും ഫ്രൈഡേയും സപ്ന മാമിന്റെ ക്ലാസ് തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് ഒരു ടോപ്പിക് ബേസ് സിലബസ് തയ്യാറാക്കാം. ഞാനും സപ്ന മാമും കൂടി അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ബാക്കി അതിനിടയിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ആവശ്യമുള്ളവർ, എല്ലാവർക്കും ഒരുവിധം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സപ്ന മാമിന്റെ അടുത്ത് ഷെയർ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നു ഇന്ന് 8 o'clock ആയി. ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. പൊതുവെ നിങ്ങൾക്ക് സപ്ന മാമിന്റെ 1-2 ക്ലാസ്സിലൊക്കെ ക്ലാസ്സൊക്കെ കേട്ടു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 100 days ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും റെക്കോർഡ് ക്ലാസ് കാണുന്നതും തമ്മിലുള്ള മാറ്റം ഒന്ന് ആരെങ്കിലും പറയോ? ലൈവ് ക്ലാസ് നല്ലതാ. കാരണം ഇപ്പം റെക്കോർഡഡ് ആയിട്ടൊരു കാര്യം നമ്മൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരുപാട് സംശയങ്ങൾ വരും. ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ചോദിക്കുന്നതിന് നമുക്ക് അപ്പപ്പോ ഒരു മറുപടി പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾ അവിടെ തന്നെ വെക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് നമുക്കുണ്ടെങ്കിൽ ആ ഡൗട്ട് അപ്പൊ നമുക്ക് തീർത്തു പോകാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ ഇതിനിടയിൽ, നമ്മളുടെ 100 days പ്രോഗ്രാം ലൈവ് സെക്ഷൻ, അതിന്റെ കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോളോ അപ്പിന് ആ വീഡിയോ ഒരിക്കലും പിന്നെ ഈ എന്താണ് ചേഞ്ചത്തോൺ പ്രോഗ്രാം റെക്കോർഡഡ് വീഡിയോ എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു സമയം കണ്ടെത്തുന്നതാണ്. ഒരു 7 to 8 തന്നെയാണ് നല്ല ടൈം. വേറെ ടൈം മാറ്റി തരാനില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാളെ ടുഗദർനെസ് ട്യൂസ്ഡേയിൽ എന്താണ് ഒരു സംരംഭക യാത്രയുമായിട്ട് നമ്മളുടെ കൂടെ സുനിത റഷീദും വേറൊരു ഗസ്റ്റും ഉണ്ട്. നാളെ അവരെ പരിചയപ്പെടാം. ഓക്കെ, തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സപ്ന മാം. ഞാൻ യാത്രയിലായതുകൊണ്ടാണ് ഇത്രയും സമയം സംസാരിക്കാൻ പറ്റാതിരുന്നത്. ഓക്കെ ഓക്കെ മാം.